ഈ നിഷാദെ തെക്കും വടക്കും അറിയാത്തവന്മാരെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇന്ത്യ ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് മിനിമം മനസ്സിലാക്കിയിട്ട് ആണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ അയാൾ ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇതൊക്കെ വെറും തറ ഇടപാടാണ്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. ഇത് വെറും തറ ഇടപാടാണ്. മനസ്സിലായില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷം, അതിൻ്റെ അകത്ത് രാഷ്ട്രപതി ഇറക്കിയിരിക്കുന്ന പ്രോട്ടോക്കോൾ, ആ പ്രോട്ടോക്കോളിനനുസരിച്ച് പോകുന്ന ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ്, മുൻ പ്രൈം മിനിസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ, ഭാരതരത്നവും കിട്ടിയിട്ടുള്ള ആളുകൾ, പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഇവരുടെ ആളല്ലേ അജിത് ഡോവൽ, അങ്ങനെ തുടങ്ങി വരുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അടക്കം ഇരിക്കേണ്ട സദസ്സിൽ കൃത്യമായ പ്രോട്ടോക്കോളുണ്ട്. അത് 1979 മുതൽ തുടങ്ങി കാലോചിതമായി പരിഷ്കരിച്ച് ഇപ്പോഴിരിക്കുന്ന രാഷ്ട്രപതി അടക്കം എടുത്തിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രസിഡൻസ് ആണ്. അതിൻ്റെ അകത്ത് 7ാമത്തെ റാങ്കിലാണ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന ആളുകൾക്ക് കൃത്യമായി ചെയറുണ്ടാവും. ഇത് RSSൻ്റെ സംഘപരിവാറിൻ്റെ പരിപാടിയല്ലേ നടക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് പരിപാടിയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ, മണ്ഡലം കമ്മിറ്റിയുടെ, ഓണാഘോഷ ക്ലബിൻ്റെ പരിപാടിയല്ല നടക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ പരിപാടിയാണ്. ആ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ആ രാജ്യത്തൊരു നിയമമുണ്ട്, ആ രാജ്യത്ത് രാഷ്ട്രപതി എടുക്കുന്ന ഒരു ഉത്തരവിനെ സംബന്ധിച്ച് നാട്ടിൽ നിലനിൽക്കുന്ന മുൻഗണനാ ക്രമമുണ്ട്. ഒരു പരിപാടിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തമാശ പറയുക, കളിക്കുക, അതിനാണോ ഈ രാജ്യത്ത് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഡിഫൻസ് വേണമെന്ന ആവശ്യമാണ്. പക്ഷേ അനിൽ ബോസ് ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. പക്ഷേ അനിൽ ബോസ് ഒരു സെക്കൻഡ് ഇവിടെ ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചു എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ആക്ഷേപിച്ചു എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഇന്ത്യയുടെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, അത് എക്സോർവൈ, നാളെ നിഷാദ് ആവട്ടെന്ന്. എക്സോർവൈ ആരായാലും ഇന്ത്യയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഇറക്കിയ പ്രോട്ടോകോൾ പ്രകാരം പാലിക്കേണ്ട ഒരു പ്രസിഡൻസ് ഇവിടെ നിലനിൽക്കുന്നു. അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ കായിക താരങ്ങളെ ആദരിക്കരുതെന്ന് ആര് പറഞ്ഞു? അങ്ങനെ കായിക താരങ്ങളോട് ആദരവുണ്ടെങ്കിൽ ആ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തപ്പോൾ അത് പരിഹരിക്കാൻ പോണ്ടേ? ഒളിമ്പിക്സ് വില്ലേജിൽ എങ്ങനെയാണ് ഒളിമ്പിക് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ അവിടെ പോയി പങ്കെടുത്തതെന്ന് ഈ ഗവൺമെൻറ് പറയണ്ടേ? അതുപോലെ വിനേഷ് ഫോഗട്ടിന്റെ മെഡലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഗവൺമെന്റ് ഒരു നിലപാട് പ്രഖ്യാപിക്കണ്ടേ? ആ കായിക താരത്തെ ആക്ഷേപിച്ചുകൊണ്ട് PT ഉഷ പോലും ഈ ഗവൺമെന്റ് ഭാഗമായി രംഗത്ത് വന്നില്ലേ? കായിക താരങ്ങളോട് പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംഗതി ഉണ്ട്, അതിനെക്കുറിച്ച് സർക്കാരിന് അറിയില്ല എന്നാണ് സംസാരിക്കുന്നത്. അനിൽ ബോസ് കടത്തിപ്പറഞ്ഞ വാചകങ്ങളൊക്കെ ഞാൻ വെട്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും പ്രോട്ടോകോൾ പ്രശ്നം അവിടെ ഉണ്ട്. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ്. ഇതൊന്നും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുകയല്ല. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ വിസിബിലിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുക? അത് പാർലമെന്റിനകത്തും പുറത്തും എല്ലാം നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ പ്രൊട്ടസ്റ്റുകളെ ക്യാമറയിൽ പെടുത്താതിരിക്കുക, അവരെ പുറത്താക്കുക, കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക, അവർക്ക് ശബ്ദിക്കാൻ അനുമതി കൊടുക്കാതിരിക്കുക, അവരെ പിൻനിരയിലാക്കുക. ഇത് തുടക്കത്തിൽ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണിത്. ചെയ്തോ, പക്ഷെ ചെയ്തിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വാചകം 1 മണിക്കൂർ 38 മിനിറ്റ് വെച്ച് കാച്ചരുത്. അത്രേ ഉള്ളൂ.